അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 501 രൂപ വിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ വീഡിയോയിലുണ്ട്. ഹായ് എവരിബഡി. അപ്പോൾ ചാനൽ 66ന്റെ അടുത്ത വ്ളോഗാണ്, അടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സ്ഥലം ടൗൺ സ്ക്വയർ ആണ്, പത്തനംതിട്ട ടൗൺ സ്ക്വയർ അല്ലേ. അപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 501 രൂപ വിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഈ വീഡിയോയിലുണ്ട്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. എങ്ങനെയാണ് എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. പത്തനംതിട്ടയുടെ ഐക്കോണിക് ആയിട്ടുള്ള ചുട്ടിപ്പാറയാണ് ഇപ്പോൾ കാണുന്നത്. ചുട്ടിപ്പാറയുടെ ഏറ്റവും മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല രസമാണ് അവിടെ വൈകുന്നേരങ്ങളിൽ പോയി കാണുന്നത്. എസ്പെഷ്യലി മഴയില്ലാത്ത സമയത്ത് ഒരു സൺസെറ്റ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ, അത് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടിപ്പാറ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ ടൗൺ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ ഒരു ഭംഗി എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സൂര്യനൊക്കെ അസ്തമിച്ച് ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓണായി വരുമ്പോഴത്തേക്കിനും ഇവിടെ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഡയറക്ഷൻസ് ഒന്നും പറഞ്ഞു തരണ്ട. പത്തനംതിട്ടയിൽ ടൗണിൽ വരുന്ന സമയത്ത് ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പലയിടത്തോട്ട് റീഡയറക്റ്റായി പോവുക. വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പ്രതിമയാണ് ശ്രീ കെ നായർ MLA പ്രതിമ. 36 വർഷം MLA ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. അത് ആദരസൂചകമായിട്ട് ഇവിടെ പത്തനംതിട്ടയുടെ നഗരമധ്യത്തിൽ തന്നെ, നഗരചത്വരത്തിൽ തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു കോട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാറ്റങ്ങൾ അനിവാര്യമാണ്, അതിനായി കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്, അവ ഉൾക്കൊള്ളാൻ നാം തയ്യാറാകണം. ഓഫ് കോഴ്സ് കറക്റ്റാണ്. ചേഞ്ച് ഈസ് ദി ഓൺലി കോൺസ്റ്റന്റ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അടുത്തതായിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നമ്മുടെ അബാൻ ആർക്കേഡാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ രാജകീയ പ്രൗഢിയോടുകൂടി തലയെടുപ്പോടുകൂടി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഈ ബിൽഡിംഗ് എന്നാ സ്ഥാപിതമായെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ പത്തനംതിട്ടയുടെ ഒരു മുഖച്ഛായ തന്നെയാണ് അബാൻ ആർക്കേഡ്. നമ്മുടെ എല്ലാ വ്ളോഗിലും ഒരു മഴ നമ്മൾ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ്. ഇവിടെ ഇരിക്കാനും അത്യാവശ്യം കുട്ടികളായിട്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു ചെറിയ സ്പോട്ടാണ്. വളരെ ചെറിയൊരു സ്പോട്ടാണ്. അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സ്റ്റേജ് പണ്ട് ആ സ്റ്റാൻഡിൻ്റെ അവിടെ ആയിരുന്നു. സ്റ്റാൻഡ് അവിടെ നിന്ന് പൊളിച്ച് മാറ്റി സ്റ്റേജ് ഇങ്ങോട്ട് വെച്ചത് മാത്രമല്ല, ഇത്രയും ഒരു സ്റ്റേജ് മാത്രമല്ല, അവിടെ ഇരിക്കാനുള്ള ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ഒരു പേയ്മെൻറ്റ്സ് കൊടുത്തു, ചെറിയൊരു ഗാർഡൻ കൊടുത്തു. അത് വളരെ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ പുറകിലുള്ള ആരാണോ അങ്ങനെ ചിന്തിച്ചത്, ഈ ടൗൺ സ്ക്വയറിനെ കുറിച്ച് ചിന്തിച്ചത് അവരാരാണോ, അവർ തീർച്ചയായിട്ടും കൈയടി അർഹിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓണായിട്ടുണ്ട്. ലൈറ്റുകൾ ഓണാകുമ്പോഴാണല്ലോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരു ഭംഗി. ആ ലൈറ്റൊക്കെ ഓണാകുമ്പോഴാണ് അടിപൊളിയായിട്ടുണ്ട്. ഒരു കളർ കോൺട്രാസ്റ്റ് എന്ത് ഭംഗിയിലാണെന്ന് നോക്കി. ആ ഒരു ലൈറ്റിൻ്റെ കളറ്, ഓഫ് വൈറ്റ് കളറ്, പച്ചപ്പുല്ല്, നല്ല പരവതാനി ഇടിച്ച് കിടക്കുന്ന നല്ല പച്ചപ്പുല്ല്, അതിനോട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന മഞ്ഞ ഹാൻഡ് റെയില്, കറുകപ്പുല്ലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വളർന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഈ ചെടിയുടെ പേരെന്തെന്ന് അറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ തോട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന അതുപോലത്തെ ചെടിയുണ്ട്, ഇതല്ലേ കണ്ടില്ലേ, ആ ചെടിയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ തെറ്റിപ്പൂ ഇങ്ങനെ ഒരു ബക്കറ്റ് പോലെ സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്താണ് പ്ലാന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ കണ്ണ് പെട്ടെന്ന് പോകുന്ന ഇവിടുത്തെ ഈ ലൈറ്റിംഗ് സിസ്റ്റമാണ് കേട്ടോ. പത്തനംതിട്ട നഗരസഭ ടൗൺ സ്ക്വയർ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് അപ്പം ഇതാണ് നമ്മുടെ പത്തനംതിട്ടയുടെ നഗര ചത്വരം. ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഇതിന് ഒന്ന് ഓണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഗാർഡനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗാർഡനെയും നിയമിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ വന്ന സമയത്ത് കുട്ടികൾ ഇതിൻ്റെ മുകളിൽ കയറി ചാടി കളിക്കുന്ന കാണുമ്പോൾ അവർ വളരെ തന്മയത്തോടുകൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിനകത്തുനിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വോക്ക് വേ കൂടി ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പം ഇവിടെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രെയിനേജ് സിസ്റ്റവും അതൊരു ഓടയും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഒരു ഇഷ്യൂ വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോണിൻ്റെ ബെഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും കുറച്ച് ഡ്രോയിങ്സും ഇവിടെ ഉണ്ട്, കഥകളിയുടെ ഉണ്ട്. മറ്റ് ജില്ലക്കാർ ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതൊക്കെയാണോ ഒരു നഗര ചത്വരം, അല്ലെങ്കിൽ ഇതൊക്കെയാണോ നിങ്ങളുടെ ടൗൺ സ്ക്വയറും? അപ്പം ഞങ്ങൾ പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് കിട്ടിയ ഒരു പൊന്നിനെ നമ്മൾ എന്നും കാത്തു സൂക്ഷിക്കണം. ഇതിൻ്റെ ഒരു ഭംഗി എന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഇത് വീണ്ടും പുരോഗമിച്ച് മുമ്പോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് ദിസ് ഈസ് മീ അനന്തൻ 66. ഒരു കാര്യം മറന്നുപോയി,
എങ്ങനെയാണ് 501 രൂപയ്ക്ക് അർഹനാവുന്നതെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ 501 രൂപയുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ഈ നഗര ചത്തുരത്തിൻ്റെ അല്ലെങ്കിൽ പത്തനംതിട്ട നഗരസഭയുടെ ടൗൺ സ്ക്വയറിൻ്റെ വീഡിയോ എന്നാണോ 1000 വ്യൂസ് ക്രോസ് ചെയ്യുന്നത്, അന്ന് ക്രോസ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഞാനിവിടെ വരികയും അന്ന് നമ്മൾ റാൻഡമായിട്ട് ഇവിടെ കൂടുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കും ചാനൽ 66 അറിയാമോ, ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പം ഓഫ് കോഴ്സ് സ്വാഭാവികമായിട്ടും കാണാതിരിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെ അതിനകത്തുനിന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അന്ന് വരുന്ന ആളുകൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരായിരിക്കും ഈ 501 രൂപയ്ക്ക് അർഹൻ. അപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.